അമ്മ എന്താണ് മക്കളെ നമുക്ക് ഈ ഓണത്തിന് ഏത് പായസം വെക്കാൻ? സേമിയ പായസം വെക്കാം. സേമിയ പായസം ബോളി ഉണ്ടാ? ബോളിയുണ്ട്, സേമിയക്ക് ബോളിയാണല്ലോ ഏറ്റവും കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് സേമിയ പായസം വെച്ചാലോ? നമുക്കിന്ന് ട്രിവാൻഡ്രം സ്റ്റൈൽ സേമിയ പായസം കാണാം. ആദ്യം നമുക്ക് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കണം. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യ് ചൂടായി വരുമ്പോൾ സേമിയ ഇട്ട് നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച പാലാണ് ഒഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കോളും. 5-6 ഏലക്കയും 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് പൊടിച്ചു വെക്കുക. നമ്മളിവിടെ 4 കവർ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഒരുമിച്ച് ചേർക്കുന്നില്ല, കുറച്ചായിട്ടാണ് ചേർക്കുന്നത്. സേമിയ വേവാനായിട്ട് ഒരു സമയം കൊടുക്കണം. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ വീണ്ടും പാല് ചേർത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പായസം നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കുറുകി വരുമ്പോൾ പാല് ചേർക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, അടി പിടിക്കരുത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയാൽ മതി. ഇനി വേറെ ഒന്നുമില്ല, കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ഇടുക. നമ്മളിവിടെ മുന്തിരി ഒന്നും ചേർക്കുന്നില്ല, അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിൽ ചേർത്ത പായസത്തിന് ഒരു പുളി പോലെ തോന്നാറുണ്ട്. ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച പഞ്ചസാരയുടെയും ഏലക്കയുടെയും ആ കൂട്ട് പായസത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനിടയ്ക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ച് മധുരം കൂടി ചേർക്കാം, പാല് കുറവാണെങ്കിൽ കുറച്ചുകൂടെ പാലും കൂടി ചേർക്കാം. ഇനി കറക്റ്റ് മെഷർമെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാലും മതി. നമ്മുടെ പായസം റെഡി ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയോ അല്ലെങ്കിൽ തണുപ്പിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബോളിയുടെ കൂടെയോ ഇത് കഴിച്ചു നോക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. ഈ ഓണത്തിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി.